സംഘടനാപരമായിട്ടുള്ള കടമകളെല്ലാം കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ളതാണ്. ഇതെല്ലാം നടക്കും. സർക്കാർ മാത്രമല്ല, പാർട്ടി കൂടുതൽ ശക്തി ആർജിക്കും. അതുപോലെ തന്നെ സർക്കാരിന്റെ തുടർ ഭരണവും വരും. അത് തന്നെയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും പാർട്ടിയെ ശക്തിപ്പെടുത്തിയിട്ടേ സർക്കാരുള്ളൂ. എന്തായാലും എക്സൈസ് മന്ത്രി എം പി രാജേഷാണ് സംസാരിച്ചത്. അല്പസമയത്തിനകം തന്നെ പതാക ഉയർത്തും. അതിനുവേണ്ടി എല്ലാ പ്രതിനിധികളും അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. അമൃത, അല്പസമയത്തിനകം തന്നെ 24ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ഉയർത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. 530 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അവരെല്ലാവരും തന്നെ പതാക ഉയർത്തുന്ന വേദിയിലേക്ക്, ഈ ടൗൺ ഹാളിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. അല്പസമയത്തിനകം തന്നെ 24ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ഉയരും. അതിന് പിന്നാലെ ആണ് പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടാണ്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ അവതരിപ്പിക്കുന്നത്. അതിന്മേൽ 4 മണിക്കൂർ ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ഉയർത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. അത് അല്പസമയത്തിനകം തന്നെ മുതിർന്ന നേതാവ് കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ ഈ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. അമൃത, സേഫ്, അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഒക്കെ അവസാനിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് വലിയ തോതിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ട് ചോരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിലും അത് പരാമർശിക്കുന്നുണ്ടാകുമല്ലോ, അല്ലേ? ഈ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് കഴിഞ്ഞ സമ്മേളന കാലയളവ് മുതൽ ഈ സമ്മേളന കാലയളവ് വരെ 3 വർഷക്കാലം, ഈ 3 വർഷക്കാലം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, പാർട്ടിയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിട്ടത് എങ്ങനെയാണ്, തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട തിരിച്ചടികൾ എന്തുകൊണ്ട് സംഭവിച്ചു, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്തുകൊണ്ട് ഉണ്ടായി, അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും അതിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ തോൽവി അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന പാർട്ടി സംഘടന. ശരി, സേഫിലേക്ക് എത്താം. CPM പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. പതാക ഉയർത്തൽ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തും. പ്രമുഖ നേതാക്കളും പ്രവർത്തകരും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പുഷ്പചക്രവർപ്പിക്കും. അതിനുശേഷം പ്രതിനിധികളുടെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളന ഹാളിലേക്ക് എല്ലാവരും പ്രവേശിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് നിശ്ചയിച്ചിട്ടുള്ള ക്രമീകരണം. എല്ലാ പ്രതിനിധി സഖാക്കളും സൗകര്യപ്രദമായ നിലയിൽ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മീഡിയ ഈ സ്ഥലത്ത് നിന്ന് ബാക്കിലോട്ട് മാറി നിൽക്കണം. സേഫ് സൈനുലാബ്ദീൻ തുടരുന്നുണ്ട്. സേഫ്, അവിടെ പരിപാടികൾ ആരംഭിച്ചോ? പാർട്ടി നേതാക്കൾ അതിന് തൊട്ടു പിന്നിലായി അല്പസമയത്തിനകം തന്നെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ പതാക ഉയർത്തും. അവിടത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, മുതിർന്ന നേതാവ് S രാമചന്ദ്രൻ പിള്ള, പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി, അതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ നേതാക്കന്മാരും ഇങ്ങോട്ടത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അവതരണ ഗാനം അവതരിപ്പിക്കുകയാണ്. അവതരണ ഗാനത്തിന് ശേഷം അതിന് പിന്നാലെ ആയിരിക്കും ഇവിടെ പതാക ഉയർത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പ്രതിനിധി സമ്മേളനത്തിന് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. മുതിർന്ന എല്ലാ നേതാക്കന്മാരും പതാക ഉയർത്തുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വാഗത ഗാനത്തിലേക്ക് കടക്കുകയാണ്. പാർട്ടി നേതാക്കന്മാരും പ്രതിനിധി സഹാക്കളുമെല്ലാം ഇവിടെ നടക്കുന്ന പരിപാടികൾ കാണാനാണ്. നിങ്ങളൊരു സൗകര്യപ്രദമായി കുറച്ച് ഒതുങ്ങി നിൽക്കണം.
പ്ലീസ് സഹകരിക്കണം എല്ലാവരും.